പ്രകൃതിയെ നമ്മൾ ഒരുപാട് ദ്രോഹിച്ചില്ലേ, അതിന് പ്രതികാരം ചെയ്യാൻ നമ്മളത് പ്രകൃതി. ഉദാഹരണത്തിന് ഈ വീടിന് ചുറ്റും എത്ര മരങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാം വെട്ടി നശിപ്പിച്ചില്ലേ. ഇവിടെ നിന്നാ മരം ആരാണ് വെട്ടിയത്? ഞാൻ തന്നെ. വിറ്റപ്പോ നല്ല പൈസ കിട്ടി. അപ്പൊ ഒരു മരം വെട്ടി. നമുക്ക് എന്തായാലും ഒരു പ്രാവശ്യം കൂടെ ഈ ചുറ്റി നണ്ണ വെച്ചാ മരങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോഴേ കൊണ്ട് നട്. ഞാനേ ഇന്നലെ ഒരു ജമന്തി തൈ എടുത്ത് ഇങ്ങനെ വെച്ചതേ ഉള്ളൂ. ജമന്തി മന്തിയായി. ഇതിപ്പോ എന്റെ ആവശ്യമല്ലേ സാധനം പോയി വാങ്ങിക്കണത്? അതെ, നിന്റെ മാത്രം ആവശ്യമാണ്. ഞാൻ തന്നെ പോയിക്കോളാം. പോയി വെന്ത് വെണ്ണീറായിട്ട് വരുമ്പോ ചിലച്ചേ. അമ്മ പോയിട്ട് വരാൻ നേരത്തെ ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വരണേ. നാണോ ഇല്ലാത്ത അമ്മ കുൽഫി. കാര്യമില്ല. ഐസ്ക്രീം എത്തുമ്പോഴേക്കും അതിലെ പ്ലാസ്റ്റിക് ഡപ്പടക്കം ഉരുവി പിടിച്ചോളും. അതിനേക്കാളും ഇവിടെ നിന്ന് വല്ല പ്ലാസ്റ്റിക് കുടി കഴിക്കുന്നത്. നിങ്ങൾക്ക് എന്തിനാ എന്നെ ഈ പൊരിവെയിലത്ത് വിളിച്ചോണ്ട് വന്നത്? സന്ദരി നാട്ടുകാർ അറിയട്ടെ നമ്മൾ ഉരുക്ക വനിതകളാണെന്ന്. ഇപ്പൊ ഉരുവി ഇളവും. നമുക്ക് ഈ ക്ഷീണം മാറ്റാൻ 2 ചായ കുടിച്ചാലേ. ഈ നിമിഷത്തിലാണ് രഘുചേട്ടൻ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണ വാക്കുകൾ സ്മരിക്കാൻ തോന്നുന്നത്. എന്തിരുന്നടി നിനക്ക് മുഴുപ്പിലാന്താണ്? നിങ്ങൾ വല്ല ഊളം പറയും കൊണ്ടിരുന്നോന്ന്. സാധനങ്ങൾ വാങ്ങിക്കണ്ടേ? നിങ്ങൾക്ക് ഇങ്ങോട്ട് പോയി വാങ്ങിച്ചപ്പോൾ എന്തിനു വിളിക്കണം? ഇനി നമ്മൾ എവിടെ പോയാലും ഒത്തന്നെ പോയി വാങ്ങിക്കണം. അപ്പം മരണം ഒരുമിച്ച് തന്നെയല്ലേ? തൊഴിലുറപ്പിന് പോണം. നമുക്ക് ഇതൊക്കെ പുത്തരിയാണ് സന്ദരി. കൊടയെടുക്കാനും മറന്നു. നീ എടുത്തില്ലല്ലേ? അത് ദേവണെങ്കിൽ പണിയെടുക്കണ പെണ്ണുങ്ങൾക്ക്. വാഴയുടെ മുട്ടില് തണലും കൊണ്ടിരിക്കുന്ന നമുക്ക് പുത്തരിയല്ല, ചമ്പാവലി. എടി സന്ദരി, ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. ഈ 12 മണി തൊട്ട് 2 മണിയുള്ള വെയിൽ കൊണ്ടാലേ നമുക്ക് വൈറ്റമിൻ എക്സ് വൈ ഇസഡ് കിട്ടുമെന്ന്. ഈ വെയിൽ കൊണ്ടാലേ വൈറ്റമിൻ 6 ഐ പി ആണ് കിട്ടാൻ പോണ. സന്ദരി, നമുക്ക് പെട്ടെന്ന് പോരാ. 2 കിലോ സവാള വാങ്ങിക്കുന്ന കാര്യമല്ലേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ്, സവാള, തക്കാളി, മലക്കറി വാങ്ങിക്കണം. പിന്നെ മീൻകടയിൽ കയറണം. പിന്നെ പോസ്റ്റ് ഓഫീസിൽ കയറണം. പിന്നെ നമുക്ക് കുറച്ച് ചുരിദാർ ഇടണം. ചേച്ചി, നിങ്ങൾ മുക്കിയിട്ട് എനിക്ക് ഷെയർ ചെയ്യുന്ന എല്ലാ പൈസയും ഞാൻ തിരിച്ചു തരാം. എന്നെ ഒന്ന് വെറുതെ വിടോ. എന്തൊരു സന്ത്രി, നീ കൊറേ നാളുകൊണ്ട് പറയല്ലേ നിനക്ക് 2 ചുരിദാർ എടുക്കണോന്ന്. അതെടുക്കണം, ഞാൻ വാങ്ങിച്ചു തരാം. നീ കൂടെ വന്നിന്റെ പൈസക്ക്. ഇങ്ങനെ ഒരു ആലോചന അല്ലടാ. ഈ ചൂട് കാരണല്ലേ നമുക്ക് ചൂടെടുക്കണത്. അപ്പൊ ഈ ചൂട് കൺവേർട്ട് ചെയ്ത് എങ്ങനെ എ സി ആക്കാം എന്നുള്ള കാര്യം ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. കൊള്ളാച്ച, നല്ല ഐഡിയ. നമ്മളോണ്ട് കൂടാ. പക്ഷെ അതിന് കുറച്ച് ബുദ്ധി വേണം. എങ്കിൽ അത് ഈ നിമിഷം ഉപേക്ഷിക്കൂ. ഒന്നാമത് തലച്ചോറില്ല, അതിന്റെ കൂടെയാണ് തലച്ചോറ് വെച്ചുള്ള കളി. ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിക്കുന്നത്. നമുക്ക് 3 പേർക്ക് പണിയില്ലാത്തത് നന്നായി. അല്ലെങ്കിൽ സൺബേൺ അടിക്കൂലായിരുന്ന. തന്നെടാ മക്കളെ തന്നെ. ഈ ചൂടൊക്കെ നമ്മൾ എങ്ങനെ ജോലിക്ക് പോണം? ജോലിക്കൊന്നും പോണ്ട കേട്ടാ. ഇനിയിപ്പോ എന്റെ കാലശേഷം നിങ്ങൾ ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോയാൽ മതി. എല്ലാ കാര്യവും അമ്മ നോക്കി. ഒരിക്കലും ഇല്ല അച്ഛ. അച്ഛന്റെ ലെഗസി നമ്മൾ കാത്തു സൂക്ഷിക്കും. 2 പേരും മുഖം മറച്ച് പോയോണ്ട് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഒന്നും പറ്റിയില്ല മക്കളെ. നിങ്ങളെന്താ മേക്കപ്പ് കിട്ടും മൈമ കളിക്കാൻ പോയതാ? മൈമല്ല, നിങ്ങളെ ഈ മൈ. രഘുചേട്ടാ, ഇത് കുളിച്ചാ പോവോ? കുളിച്ചാ പോവും, പക്ഷെ നീ കുളിക്കൂലല്ലോ, അതുകൊണ്ട് പോവൂല. നമ്മളീ പറയും പോലെ പുറത്തത്രയ്ക്ക് വെയിലില്ല. അത്രയ്ക്ക് വെയിലില്ലാത്തോണ്ടാണ് എന്റെ മുഖം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ പോലെ ആയത്. നിന്റെ മുഖം ജന്മന എങ്ങനെയല്ലേ സന്ദരി? ഏതായാലും 2 പേരുടെ മോന്തേരെ പകുതി വൃത്തിയിടങ്ങ് മാറി കിട്ടിയല്ലേടാ. ഹലോ, കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അല്ലേ? അതെ. ഇന്ന് ഇവിടെ എങ്ങാനും എപ്പോഴെങ്കിലും മഴ പെയ്യാൻ വല്ല ചാൻസും ഉണ്ടാ? ഒരു 3:41 ആവുമ്പോ 2 തുള്ളി പെയ്യാൻ സാധ്യതയുണ്ട്. 2 തുള്ളി എന്ന് പറയുമ്പോ ആരെങ്കിലും മഴ കയറി തെറിക്കുമ്പോ 2 തുള്ളി വീഴുന്നതാണോ? അല്ല, ആരെങ്കിലും തുപ്പുമ്പോൾ തെറിക്കുന്നതായിരിക്കും. അല്ല, നിങ്ങൾ ഈ മഴ പെയ്യാൻ എന്തെങ്കിലും ചെയ്തുകൂടെ? വൈശാലിയിലെ ഋഷ്യസിംഗിനെ അയക്കാം. മഴ പെയ്യുമ്പോൾ തും 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 എന്നാണ് പാടി ആസ്വദിക്കും. അങ്ങനെയല്ല, ഇവിടെ കിണറ്റിന് വെള്ളമില്ലേ, അതിനാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. സുന്ദര കില്ലാടിയുടെ ദിലീപിനെയും കൂടെ അയക്കാം. കിണറും കൂടെ കുഴിച്ചേരും. ശാലിനി ഇല്ല കേട്ടോ. ഇനി
ഇനിയിപ്പം അവിടെ എങ്ങാനും മഴ പെയ്യണമെങ്കിലേ കുറച്ച് മഴ പിടിച്ചു വെച്ചിട്ട് പമ്പ് സെറ്റ് വെച്ച് ഇങ്ങോട്ട് അടിച്ചുവിടാൻ നോക്കോ? ശ്രമിക്കാം. ശ്രമിച്ചാ മതി.